أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بعباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തിറന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും എല്ലാ മേഖലകളും സൂക്ഷ്മത പുലർത്തി ആക്കിപ്പത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളെ ഏതാണ്ട് ഒരു 3 വെള്ളിയാഴ്ച തുടങ്ങി വെച്ച വിഷയം ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി അവസാനിപ്പിക്കാമെന്നാണ്. നമ്മൾ അന്ന് 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ 5-ാമത്തെ കാര്യമാണ് കേട്ടോ. ലാസ്റ്റ് വൺ ഏതാണ്? പാത്തൽ കപില ഹയാത്തക്ക കപില മൗത്തിക്കാണ് അടുത്ത് പഠിക്കാൻ കേട്ടോ. ഹയാത്തക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം, കപില മൗത്തിക്ക മരണം ആസന്നമാവുന്നതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് തിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കുട്ടികളെ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ്, ഇന്നെടുത്ത പാഠം ഒന്നും കണ്ട് പോലെ ശ്രദ്ധയിലേക്ക് തിരിക്കാൻ ഒന്ന് ഓർമ്മപ്പെടുത്തും. 5 കാര്യങ്ങൾ. ഒന്ന് ഷബാബക്ക കപില ഹരിമിക്ക, നമ്മൾ പറഞ്ഞു. സിഹത്തക്ക കപില സക്കമിക്ക, അതൊക്കെ പറഞ്ഞു. പിന്നെ ഇനാക്ക കപില ഫക്കിരിക്ക, സമ്പത്ത് കൊണ്ട് ആ ചരിത്രം കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് കേട്ടോ. ഫറാക്ക കപില സൂര്യക്ക, ഒഴിവ് സമയം, ജോലി ബഹുദായം. അവസാനമായിട്ട് ഹയാത്തക്ക കപില മൗത്തിക്ക. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം, മൗത്ത് എന്ന് പറഞ്ഞാൽ മരണവും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 2 ജീവിതമാണ് ഉള്ളത് കേട്ടോ. ഒന്ന് ഈ ഭൗതികമായ ജീവിതം, പിന്നെ മറ്റൊരു ബർസഹിയായ ജീവിതമാണ്, പിന്നെ ശാശ്വതമായ പരലോക ജീവിതം, സ്വർഗം നരകം. ഇപ്പം നമ്മളിന്ന് മരിച്ചുപോയ ആൾക്കാരൊക്കെ ബർസഹിയ ലോകത്താണ് എല്ലാവരും. അവരിപ്പോൾ ചെയ്തതിൻ്റെ നന്മയുടെയും തിന്മയുടെയും ഫലം തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ജീവിതമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിലാണ് തോന്നുന്നത്. എന്താണ്? പരലോകമാണ് നിനക്ക് ശാശ്വതമായ ജീവിക്കേണ്ടുന്ന ജീവിതം, അതിനുവേണ്ടി നീ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. വലാ തെൻസാ നസീബക മിനദ് ദുനിയ, അതോടൊപ്പം
ദുനിയാവിലുള്ള നിന്റെ ഓഹരി നമ്മൾക്ക് മറക്കാനും പാടില്ല. അപ്പോൾ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് നമ്മുടെ അറിവോ സമ്മതമോ ഒന്നുമല്ല, കൂടിയിട്ടല്ല. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ എവിടെയായിരുന്നു അതിനു മുമ്പ്? അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് പറയാൻ കഴിയായിരിക്കും. സൂറത്തുൽ ഇൻസാൻ അല്ലാഹു പറയാം, അൽ ഹത്താലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകും ശൈഅൻ മദ്കൂറ. 76-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ആയത്താണ് കേൾപ്പിച്ചത്. ഹൽ അത്താ അലൽ ഇൻസാൻ, മനുഷ്യനെ അറിയുമോ, ഹീനും മിനദ്ദഹരി ഒരു കാലത്തെ കുറിച്ച്, ലം യകും ശൈഅൻ മദ്കൂറ, അത് ഏത് അവസ്ഥയിലായിരുന്നു എന്ന് പറയത്തക്ക ഇല്ലാത്തൊരവസ്ഥ. ശൈഅൻ മദ്കൂർ എന്ന് പറഞ്ഞാൽ ഇന്നോടത്തായിരുന്നു, ഇന്നവിടെ സ്ഥലത്തായിരുന്നു, അങ്ങനെ പറയാൻ പറ്റാത്ത ഒരവസരം. വെക്കും ശൈഅൻ മദ്കൂറ, ഇന്ന സ്ഥലത്തായിരുന്നു, ഒന്നും പറയാനില്ല. മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് വരുന്ന ആ ശുക്ലം അത് പല രൂപത്തിലായിട്ടാണ് ഗർഭാശയത്തിൽ വന്നിട്ട് നമ്മൾ ഗർഭാശയത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ന സമയത്തായിരുന്നു, ഇന്നോടത്തായിരുന്നു, ഇന്ന സമയം ഇന്ന കാലത്ത് പറയാനില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ലം യകും ശൈഅൻ മദ്കൂറ, പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ നമ്മൾ ഇവിടെ വരുന്നപ്പോൾ വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഇന്നോടത്തായിരുന്നു, കബറിലേക്ക് ഈ ലോകത്തായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലായിരുന്നു ഒക്കെ പറയാം. പക്ഷെ നമ്മൾ ഉമ്മാനെ ഗർഭാശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ കഴിയില്ല. നമുക്കും ചെയ്യാൻ മതി. അതാണ് മറ്റേ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രത്തിൽ ഇതിൽ പറഞ്ഞു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ഒരു കുഞ്ഞുണ്ടാകാൻ ചോദിച്ചു കേട്ടോ. ചുരുക്കി പറയാണ്, എനിക്കൊരു യാ സക്കരിയ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു താല പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ എന്ന് പേര് കണ്ടോ, അള്ളാഹു തന്നെയാണ് സക്കരിയ നബിക്ക് കൊടുക്കുന്ന മകന്റെ പേര് അള്ളാന്റെ ഇട്ട പേരാണ്, നമ്മളായിട്ടല്ല. സക്കരിയ നബിക്ക് മകനുണ്ടാകുമ്പോ ഇസ്മുഹു യഹ്യ, യഹ്യാന്ന് പേരുള്ള ഒരു കുട്ടി നിങ്ങൾക്ക് ജനിക്കാൻ പോണേ. അപ്പോ ഇസ്മോ യഹ്യ ലം യജ്അൽ മിൻ ഖബ്ലു സമീയ, ഇതിനു മുമ്പ് അങ്ങനത്തെ പേര് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ കുട്ടി ഉണ്ടാകുക ഉറപ്പായല്ലോ. അപ്പോ കാല റബ്ബി അന്നാ യകൂലി ഗുലാമുൻ, സക്കരിയ നബി പറയാണ്, എനിക്ക് എങ്ങനെ ഇനി കുട്ടികൾ ഉണ്ടാകുക, ഞാൻ വയോവൃദ്ധനായിക്കണോ. റബ്ബി അന്നാ യകൂലി ഗുലാമുൻ വകാനത്തി ഇംറാത്തി, എന്റെ ഭാര്യയാണെങ്കിൽ ആഖിറൻ, വന്ധ്യയാണ്, പ്രസവിക്കാത്ത ആളാണെന്ന് ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. പിന്നെ എങ്ങനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുക? അള്ളാഹ് പറഞ്ഞു യഹ്യ എന്നൊരു കുട്ടികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പൊ അള്ളാഹു പറയാണ്, എന്താ പറഞ്ഞത്? കാനത്തി ആഖിറൻ വഖദ് ബലഅത വഖദ് ബലഅതു മിനൽ കിബിരിൽ ഇത്തിയ, എനിക്ക് അങ്ങേയറ്റത്തെ വയസ്സും ഒക്കെ ആയിട്ടുണ്ട്, ഈ വയസ്സായ എനിക്ക് ഇനി എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുക? അപ്പൊ അള്ളാഹ് പറയുന്നു, കാല കദാലിക, ഇപ്രകാരമാണ് കാല റബ്ബുക, നിന്റെ റബ്ബിന്റെ പ്രവർത്തനങ്ങൾ കഴിവുകളൊക്കെ. ഹുവ അലയ്യ ഹയ്യിനും, അള്ളാഹുവിനെ സംബന്ധിച്ച് ഹയ്യൻ വളരെ എളുപ്പമായൊരു വിഷയമാണത്. നിങ്ങൾക്ക് വയോബുധനായ നിങ്ങൾക്കും പ്രസവിക്കാത്ത നിങ്ങളെ ഭാര്യക്കും ഒരു കുട്ടിയെ നൽകാനുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഹയ്യൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പറയണേ, വഖദ് ഖലഖ്തുക, നിന്നെ ഞാൻ സൃഷ്ടിച്ചു. സക്കരിയായോട് പറയാം, നിന്നെ ഞാൻ സൃഷ്ടിച്ചു മിൻ ഖബ്ൽ, ഇതിനു മുമ്പ്. എങ്ങനെ? വലം തകു ശൈഅ, നീ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് നിനക്ക് തന്നു എന്ത് തന്നു? ഇങ്ങനത്തെ ജീവൻ നൽകി നിന്നെയും സൃഷ്ടിച്ചു. അപ്പോ ജീവിതവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിക്കലും ഒക്കെ മരണവും ഒന്നും നമ്മളെ അറിവോ സമ്മതോ കൂടിയിട്ടൊന്നുമല്ല, നമ്മളെങ്ങോട്ട് പടച്ചു വിട്ടു. അള്ളാഹു സൂറത്ത് ഏതാണ് അധ്യായണ്ടല്ലോ നമ്മളെ തബാറക സൂറത്ത് 6-ാമത്തെ 67-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ആയത്തിൽ അതാണ് ഒതുക്കി കേൾപ്പിച്ചത്. അല്ലദീ അള്ളാഹു ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചു, മരണത്തെ അള്ളാഹു സൃഷ്ടിച്ചു. വൽ ഹയാത്ത, ജീവിതവും സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹ് സൃഷ്ടിച്ചാണെങ്കിൽ ഈ മരണത്തെ മരിപ്പിക്കുന്ന കേൾപ്പിച്ചാലോ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചു. നമ്മളെ ഹദീസുകൾ എന്താണ്? ഹയാത്തക്ക കബില മൗത്തിക്ക, മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാക്കണം കേട്ടോ. അപ്പോൾ അള്ളാഹു താല മരണത്തെ ജീവിതത്തെ സൃഷ്ടിച്ചു, ഹയാത്ത്. പിന്നെ ആദ്യം മരണവും അതുപോലെ ജീവിതവും ഹയാത്തും മൗത്തും അള്ളാഹ് സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ട്? യുബലിവക്കും അയ്യക്കും ആസുന അമല, നിങ്ങളിൽ നിന്ന് ആരാണ് നല്ല കാര്യങ്ങൾ സൽക്രമങ്ങൾ
ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. ഈ ലോകം എന്ന് പറയുന്നത് നിസ്സരമായ ഒരു ജീവിതമാണ്. ഇവിടെ കുറച്ചു കാലം അള്ളാഹു നമുക്ക് ആയുസ് നൽകിയാൽ ആ ആയുസ് കൊണ്ട് ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക? അവനാണ് പരലോകത്ത് ചെല്ലുമ്പോൾ പുണ്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മരണവും ജനനവും ജീവിതവും ഭൗതിക ജീവിതവും മരണവും എല്ലാം തന്നെ അള്ളാഹു സൃഷ്ടിച്ചത് നമ്മളെ സമ്മതത്തോടെ അറിവോ കൊണ്ടല്ല. നമ്മളിതിൽ രണ്ടും ബാധ്യസ്ഥരല്ല. നമ്മളെ സൃഷ്ടിച്ചു വിടുന്നു, നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മൾ കണക്കാക്കിയ സമയം വരുമ്പോൾ നമ്മൾ പോകുന്നു. അപ്പൊ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ത് വേണം? നമ്മൾ തക്ക സമയത്ത് തന്നെ ചെയ്ത് തീർക്കണം. അതാണ് മരണം നമ്മളെ എപ്പോൾ പിടികൂടുമെന്ന് നമ്മൾക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ നിങ്ങൾ 2 ആയത്തുകൾ കേൾപ്പിച്ചു. ഒന്ന് ഈ തബാറക സൂറത്തിലെ 67-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ആയത്തും, അതുപോലെ തന്നെ 76-ാമത്തെ അധ്യായത്തിലെ സൂറത്ത് ദഹർ എന്ന് പറയും, സൂറത്ത് ഇൻസാൻ എന്ന് പറയും, അതിൽ ആദ്യത്തെ ആയത്തും നിങ്ങൾ കേൾപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്ന ആയത്തുകളാണ്. അപ്പൊ നമുക്കൊന്ന് നമ്മളെ കുറിച്ച് എവിടുന്ന് വന്നു, നമ്മൾ എവിടെയായിരുന്നു, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്, എപ്പോൾ നമ്മളൊരു യാത്ര പോകുന്നു നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയുകയില്ല. പക്ഷേ ഇത് ഖുർആനിൽ സൂറത്ത് 63-ാമത്തെ അധ്യായത്തിൽ, നമ്മൾ വെള്ളിയേക്ക് പോകുന്ന അധ്യായത്തില് അവസാനത്തെ 11-ാമത്തെ ആയത്ത് പറഞ്ഞ് വലൻ യുഅഖിറുല്ലാഹ നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നമുക്കൊക്കെ ഒരുപാട് ആയുസ് വേണമെന്ന് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹ് പറയാണ് വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ, അല്ലാഹു തആല ഒരു ശരീരത്തെയും ഇവിടെ വെച്ചേക്കുകയില്ല. ഇദാ ജാഅ അജലുഹാ, അവധി വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് പോലും ഇവിടെ അല്ലാഹു തആല വെച്ചേക്കുകയില്ല. അല്ലാഹു എല്ലാം അറിയുന്നവരും മനസ്സിലാക്കുന്നവരാണ്. പിന്നെ സൂറത്ത് ആലി ഇമ്രാനിൽ പറയുന്നു, എന്താ പറയുന്നത്? 3-ാമത്തെ അധ്യായത്തിലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇവിടെ ജനിച്ചവരെ എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും ഒക്കെ മരണം ആസ്വദിക്കും, മരിച്ചേ പറ്റൂ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അവൻ ചെയ്ത എല്ലാ പ്രവർത്തനത്തിന്റെയും പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുക പരലോകത്ത് ചെല്ലുമ്പോൾ, അന്ത്യനാളിൽ അള്ളാഹു ചെല്ലുമ്പോൾ മാത്രം പൂർണ്ണമായിട്ട്. നന്മ ചെയ്തവർക്ക് നന്മയുടെ പൂർണ്ണതയും തിന്മ ചെയ്തവർക്ക് തിന്മയുടെ പൂർണ്ണതയും അള്ളാഹു തആല തരുക നാളെ മഹ്ശറിൽ ചെല്ലുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും മരിക്കും. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, സൂറത്ത് ലുഖ്മാനിലാണ് കേട്ടോ. എവിടെ വെച്ച് എപ്പോൾ നമ്മൾ മരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ ഇദാ അസ്ബഹത ഫലാ തൻദുറുൽ മസാഇ ഇദാ അംസൈത ഫലാ തൻദുറു സബാഹ് ഹുദുലി സഖമിക. എന്താ പറഞ്ഞത്? ഹുദുമിൻ സിഹതിക ലി മറദിക വലി മൗതിക ലി ഹയാതിക ലി മൗതിക. നീ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു അപരിചിതനെ പോലെയാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പരിചിതമില്ലാത്ത ഒരു അപരിചിതനെ പോലെ ആയിരിക്കണം. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെ, ആബിറു സബീൽ, യാത്രക്കാരനെ പോലെ ആയിരിക്കണം. ഇത് അസ്ബഹത, നേരം വെളുത്താൽ ഫലാ തൻദുറുൽ മസാഇ. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമറുല്ലാഹിന്റെ ചുമലിൽ പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉമറുല്ലാഹി പറയുന്നു, ഇബ്നു ഉമർ പറയുന്നു, ആദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻകിബയ്യ, എന്റെ ചുമലിൽ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാണ് നീ ആയിരിക്കേണ്ടത്. ആബിറു സബീൽ, അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെ, യാത്രക്ക് പോകുന്ന യാത്രക്കാർ. ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യാൻ മുസാഫിറാണല്ലോ. ആബിറു സബീൽ. എന്നിട്ട് പറയാണ് നീ ഹുദുമിൻ സിഹത്തിക, നിന്റെ ആരോഗ്യമുള്ള സമയത്ത്, രോഗമുണ്ടാവുന്ന സമയത്തേക്ക് ആരോഗ്യമുണ്ടാകുമ്പോൾ തയ്യാറാണ്. പിന്നെ പറയാന് ഹയാത്തിക ലി മൗതിക, മരിക്കുന്നാൽ മരണത്തിലേക്ക് തയ്യാറാവണം. ഈ ജീവിതം കൊണ്ട് എന്ത് വേണം? സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കാനാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മരണമാസന്മായി കഴിഞ്ഞിട്ടോ അതിനെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് പറയുന്നു റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, മരിക്കും മരണമാസന്മായ സമയത്ത് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒന്നും കൂടി അവധി തന്നിരുന്നെങ്കിൽ ഫക്കും മിനസ് സാലിഹീൻ, എന്നാൽ ഞാൻ
സ്വാധീനങ്ങളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിന് വളരാത്ത രൂപത്തിൽ അള്ളാഹു നമുക്കിപ്പോൾ നല്ല ആരോഗ്യമായ സ്വത്ത് ഒരുപാട് തന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ വിനിയോഗിക്കുക. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. അപ്പൊ നമ്മൾ പറയില്ല, ഒരു അവധി തന്നാൽ, ഒന്നും കൂടി ഞങ്ങൾ ആശ എഴുതി തന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു. ഇനി ഞാൻ ഒരു കഥ കൂടി പറഞ്ഞുതരാം. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, അതും സൂറത്ത് ജുമായിൽ വെള്ളിയാഴ്ച ഒരു കേട്ടോ. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. 62-ാമത്തെ അധ്യായത്തില് ഈ 68-ാമത്തെ ആയത്താണ് പറയുന്നത് കേട്ടോ. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ മരണത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും മരിക്കാന്ന് വെച്ചാൽ നമുക്ക് വിഷമമാണ്. ആരും മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ദുനിയാവിൽ കുറെ കാലം ജീവിക്കണം തന്നെ ആഗ്രഹം. മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാമിനെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അല്ലാഹു തആല അസ്രായീൽ എന്ന മലക്കിനെ പറഞ്ഞയച്ചു. റൂഹിനെ പിടിക്കാൻ ചെന്ന സമയത്ത് ഒരൊറ്റ അടി കൊടുത്തു. ശരിക്കും ഹദീസിലാണ് കേട്ടോ. മലക്കിന്റെ കണ്ണ് പൊട്ടിപ്പോയി. എന്നിട്ട് മലക്ക് പോയിട്ട് പറഞ്ഞു, ദുനിയാവിനോട് ഇത്രയും ഭ്രമമുള്ള ആളത്തേക്ക് എന്തിനെന്നെ പറഞ്ഞയച്ചത്, എന്തിനാ അള്ളാഹു എന്നെ പറഞ്ഞ? അപ്പൊ പരീക്ഷണങ്ങളാട്ടോ പറഞ്ഞയച്ചത്. അവൻ മൂസൻ എങ്ങനെയൊക്കെ ചെയ്തു. എന്നാൽ അവൻ എത്ര കാലം ആയുസ് വേണമെന്ന് ചോദിച്ച് ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു കുതിരയുടെ പുറത്ത് അവന്റെ കൈ മുൻകൈയിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക. ആ പിടിച്ചപ്പോൾ എത്ര രോമങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അത്രയും കാലം ഇനി ആയുസ് കൊടുക്കാന്ന് പറയുന്നത്. അപ്പൊ മലക്ക വന്ന് വന്നപ്പോ മൂസാ നബി ആലോചിച്ചു പറഞ്ഞു, എന്നാലും ഞാൻ മരിക്കുമല്ലോ അല്ലേ, അത് കഴിഞ്ഞാൽ ഞാൻ മരിക്കുമല്ലോ, എന്നപ്പോ തന്നെ റൂഹിനെ പിടിച്ചോളിന്നാണ്. ഹദീസിലുള്ള തന്നെയാണ് കേട്ടോ, കെട്ടുകാരിയൊന്നും അല്ല. അപ്പോ എത്ര കാലം ജീവിച്ചാലും മതി വരികയില്ല നമുക്ക് എല്ലാവർക്കും. ഈ ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ചരിത്രമാണ് കേട്ടോ. ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ചരിത്രം. അത് നടന്നു പോകുമ്പോൾ ഒരു ചെന്നായ അയാളെ പിന്നാലെ കൂടി. ചെന്നായ പിന്നാലെ വിടുമ്പോൾ അയാൾ ഓടി രക്ഷപ്പെടുകയാണ്. ജീവനിൽ കൊതിച്ച് ഓടുകയാണ് കേട്ടോ. ചെന്നായ പിടിച്ചാൽ തിന്നാ ജീവൻ പോകുമല്ലോ. അങ്ങനെ ഓടി അയാളിങ്ങനെ പോകുമ്പോൾ ഒരു തടാകം, ഒരു പുഴ, ഒരു തടാകം കണ്ടപ്പോൾ ജീവൻ കൊണ്ട് അതിലേക്ക് എടുത്തു ചാടി. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ ഞാൻ നീന്തുമ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അപ്പൊ അയാൾക്ക് വിചാരിച്ചു സന്തോഷമായി, ഇപ്പം ജീവൻ തിരിച്ചു കിട്ടി. അയാൾ കൊണ്ടുപോയിട്ട് അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു റൂമിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചു. എല്ലാ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട്. രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. അപ്പൊ നോക്കുമ്പോൾ ഇയാളെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന നരഭോജികളാണ്, മനുഷ്യനെ പിടിച്ചു നിന്ന ആൾക്കാർ. അപ്പൊ ഇയാളെ ഊടായിട്ടില്ല, ഓരോരുത്തരും ഇങ്ങനെ അറുക്കും തിന്നും ചെയ്യാം. അപ്പൊ ഇയാളെ ഞാൻ നോക്കുമ്പോൾ നരഭോജികളാണ് അവനെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതിലും പെട്ടു കണ്ട. അപ്പൊ അവിടുന്ന് ഇറങ്ങി ഓടി, ജീവൻ കൊണ്ട് പിന്നെ ഓടുകയാണ്. ഓടി എവിടെ എത്തി? ഒരു മരത്തിന്റെ ഒരു മതിലിന്റെ അവിടെ എത്തി. ആ മതിലിന്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒന്ന് ചാരി ഇരുന്നൊന്ന് വിശ്രമിച്ചു. ആകെ ശ്വാസം സമാധാനമായി. ഇന്നൽ മൗത്തല്ലദീ, മരണത്തിൽ നിന്ന് നിങ്ങൾ തഫിറൂന, പേടിച്ചോടുന്നു. ഫൈനഹു മുലാഖീക്കും, ആ മരണം നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇയാൾ ഈ മതിൽ അങ്ങനെ ചാരി ഇരിക്കുമ്പോൾ മതിൽ പൊളിഞ്ഞ് അയാൾ വീണു, മരിച്ചു. മതിൽ വീണ് അദ്ദേഹം മരിച്ചു. ആ മരണം നമ്മളെ എന്ത് ചെയ്യും? കണ്ടുമുട്ടുക, നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. അപ്പോ ഈ മരണത്തെ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണം നമ്മളെ പിടികൂടുകയും അപ്പോൾ നമ്മുടെ ആയുസ് അള്ളാഹു നൽകിയ ആയുസ് നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. ഇനി മരണം എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇവിടെ ഉള്ളൂ, പരലോകത്ത് എന്നാൽ പിന്നല്ല. ഒരു ഹദീസ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതാ സാറ അഹ്ലുൽ ജന്ന. ഞാൻ ഈ വിഷയത്തിന്റെ പോയിന്റ് മാത്രം മനസ്സിലാക്കുന്നത് പറയുന്നത് കേട്ടോ. പരലോകവും കബറും നിറവൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഇത് പറയുന്നത് അത് വേറെ വിഷയങ്ങളാണ്. ഇതാ സാറ അഹ്ലുൽ ജന്ന, നമ്മളൊക്കെ സ്വർഗക്കാരാണെങ്കിൽ അഹ്ലുൽ ജന്ന, എല്ലാവരും എന്തായി? സ്വർഗത്തിൽ ആയിപ്പോയി. എല്ലാവരും സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലായി. അതുപോലെ തന്നെ അഹ്ലുൻ നാർ, നരകവാസികളാണെങ്കിലോ നരകത്തിലും ആയി. അതെല്ലാ വിധിയും വിചാരണകളൊക്കെ കഴിഞ്ഞ് സ്വർഗക്കാർ സ്വർഗത്തിലും നരകക്കാർ നരകത്തിലൊക്കെ ആയി. സന്തോഷമാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ അത്തായി ഇജാരി ബൈന ജന്നത്തി വന്നാർ, ഒരു അത് എജീബിൽ മൗത്ത്, മരണത്തെ അങ്ങോട്ട് കൊണ്ടുവരുന്ന. അത് വേറെ ഹദീസ് പറയുന്നത് യുത്തിൽ മൗത്ത ഹയ്യത്തി കബിഷ്, ഒരു കൊറ്റനാടിന്റെ രൂപത്തിൽ മരണത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ സ്വർഗത്തിലെ ആൾക്കാരൊക്കെ സ്വർഗത്തിൽ, നരകത്തിലെ ആൾക്കാരൊക്കെ നരകത്തിൽ. അപ്പൊ മരണത്തെ കൊണ്ടുവരുന്ന ഹദീസ് അത് ഹയ്യത്തി കബിഷ്, കൊറ്റനാടിന്റെ രൂപത്തിലായിരിക്കുമെന്ന് മറ്റൊരു ഹദീസുണ്ട്.
അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ സ്വർഗ്ഗക്കാരും നരകക്കാരൊക്കെ ആയിരിക്കും ആ വസ്തുവിനെ നോക്കിയിരിക്കുക, എന്താ സംഭവം. അങ്ങനെ അത്തയജയിൽ ബൈന ജന്നത്തി വന്ന നരകത്തിന്റെയും സ്വർഗത്തിനിടയിൽ നിർത്തും. സുമ്മ യുദ്ബഹു, പിന്നെ അതിനങ്ങോട്ട് അറുക്കും. സുമ്മ യുനാദി മുനാദി, എന്നിട്ട് ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. അള്ളാഹുവിന്റെ വാക്കിനെ മലക്ക് വിളിച്ചു എന്താ പറയാ? അഹ്ലുൽ ജന്ന, ജന്നത്ത് സ്വർഗക്കാരെ എന്തില്ല, ലാ മൗത്ത്, ഈ മരണമില്ല, മരണത്തെ കൊന്നു, മരണമില്ല, മരണം എന്ന സാധനമില്ല. ഹുലൂദുൽ ഫലാ മൗത്ത്, നിങ്ങൾ ശാശ്വതമായിട്ട് ജീവിച്ചോൾ, ഇനി മരണമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയും. സ്വർഗവാസികൾ എന്താവും? ഫരിഹ, അവരെ കേൾക്കുമ്പോൾ സന്തോഷത്തിന്റെ മേൽ അവർ സന്തോഷിക്കും. ഇതാ അഹ്ലുൽ ജന്ന ഫർഹൻ ഇലാ ഫർഹിൻ, ഇനി മരണമില്ല എന്ന് കേൾക്കുമ്പോൾ സ്വർഗവാസികളൊക്കെ സന്തോഷത്താൽ അങ്ങനെ സന്തോഷത്തിൽ അതിമനം സന്തോഷിക്കും. അതേ രൂപത്തിൽ തന്നെ പിന്നെ നരകവാസികളോടും പറയാ, നരകവാസികളെ, ഇനി മരണമില്ല. അപ്പൊ നരകവാസി അവസ്ഥ എന്തായിരിക്കും? സ്വർഗവാസികൾ സന്തോഷത്തിന്റെ മേൽ സന്തോഷമാണ്, കാരണം ഇനി മരിക്കലൊന്നുമില്ല, സന്തോഷം ജീവിക്കുക. അപ്പൊ നരകവാസികൾ അവിടെ കടന്ന് ഇതിലേറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെടുക. ഹുസിനം വിലാ ഹുസിനിയും, ദുഃഖത്തിന്റെ മേൽ ദുഃഖം, അവർക്ക് ഇനി യാതൊരു രക്ഷയുമില്ല. അപ്പൊ ഇതാണ് ജീവിതവും മരണവും. മരണം വന്ന ഇവിടെ നടക്കുന്നുള്ളൂ, നാളെ മനസ്സരിച്ചെന്നാൽ മരണത്തെ അല്ലാഹു തആല സ്വർഗവാസികളുടെയും നരകവാസികളുടെയും മുമ്പിൽ വെച്ചിട്ട് അതിനങ്ങട്ട് അറുത്ത് കൊല്ലും. എന്നിട്ട് പറയും ഇനി മരണമില്ല. അപ്പൊ നരകവാസികൾക്ക് ദുഃഖമായിരിക്കും, സങ്കടമായിരിക്കും. ഇനി നമ്മൾ ഏത് ലാസ്റ്റ് മൊമെന്റ് വരെയും നമ്മൾ ഹയാത്ത് എപ്പോഴും നമ്മൾ അള്ളാഹുക്കളുടെ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ചെറിയ കഥ കൂടി നിർത്തുക. എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അശറത്ത് റഹ്ത്യൻ 10 ആൾക്കാരെ ഒരു ചാര സംഘടനയുടെ ഭാഗത്തേക്ക് നിയോഗിച്ചു. വലിയ കഥയാണ്. അതിൽ അവസാനമായി കൊല്ലപ്പെടുന്ന തൂക്കിലേറ്റുന്ന ആളാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഹുബൈബ് റളിയല്ലാഹു അൻഹു ബദലുൽ പങ്കെടുത്ത ആളായിരിക്കും. അവരെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവും മക്കാർ, കാരണം ബദലിൽ പങ്കെടുത്ത ആളാണ്. അവരവിടെ ബദലിൽ ഒരു നല്ല കാഴ്ച വെച്ച ആളാണ്. അപ്പൊ അവരുടെ ദേശം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അവസാനമായിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിൽ കയറ്റാണ്. അപ്പൊ ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞു, തൂക്കുമരത്തിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ താങ്കളുടെ സ്ഥാനത്ത് താങ്കളുടെ പ്രവാചകനാണെന്ന് വിചാരിച്ചാൽ താങ്കളെ ഞങ്ങൾ വെറുതെ വിടാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്റെ സ്ഥാനത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എന്റെ സ്ഥാനത്ത് എന്റെ പ്രവാചകന് ആയിട്ട് പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു കുത്തുന്നത് പോലും എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. താങ്കൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്യണോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം കേട്ടോ. ഹയാത്തക്ക കബില മൗത്തിക, ആ സമയത്ത് പോലും 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് സമയം തന്നത്. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ തൂക്കുമരത്തിൽ കയറി കൊണ്ട് പറഞ്ഞു, എന്ത് ഇലാഹി ലസ്തു ഉബാലി ഹീന ഖുതുൽ മുസ്ലിമ ഫി അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ, എന്നെ നിങ്ങൾ ഈ നിലക്ക് കൊല്ലുന്നത് കൊണ്ട്, തൂക്കിക്കൊല്ലുന്നത് കൊണ്ട് എനിക്ക് ഒന്നും വരാനില്ല. ഞാൻ സന്തോഷവാനാണ്. നിങ്ങൾ ഏത് രൂപത്തിൽ എന്നെ കൊല്ലുന്നുവോ, ഏത് കഷ്ടമായി എന്നെ നിങ്ങൾ തൂക്കിലേറ്റിയാലും ആ കഷ്ടങ്ങളൊക്കെ വാരിക്ക് അല്ലാഹു തആല അതിനൊക്കെ അനുഗ്രഹം ചെയ്തു തരും. അതുകൊണ്ട് എനിക്ക് മരണം തന്നെയാണ് ഇഷ്ടം. എൻ്റെ ഹയാത്തിന്റെ ലാസ്റ്റ് മൂവ്മെന്റിൽ പോലും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ എനിക്ക് അവസരം തന്നെന്ന് പറയുകയും ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിൽ കയറിക്കൊണ്ട് ഈ പദ്യം ചൊല്ലി അങ്ങനെ ഷഹീദാകുകയാണ് ചെയ്യുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ അത് സുന്നത്തായി അംഗീകരിച്ചു. തൂക്കുമരത്തിൽ കയറുന്ന അവസാനത്തിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഏതുപോലെ നമ്മൾ പറഞ്ഞിട്ടൊന്നും അറിയില്ല. ബിലാലുള്ളാഹുവിനാണ് സുബഹി നമസ്കാരത്തിൽ അസ്സലാത്തു ഖൈറും മിനഹു പറഞ്ഞത്, അത് സുന്നത്തായി അംഗീകരിച്ചു. അങ്ങനെ അത് സുന്നത്തായി അംഗീകരിച്ചു. നമ്മൾ ഈ കാലത്തിന്റെ ഇടയിൽ നമ്മൾ 2 സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് 79 കാലഘട്ടത്തിലാണ് പാകിസ്ഥാനിലെ പ്രസിഡന്റ് സുൽഫിഖർ അലി ഭൂട്ടോയെ തൂക്കുമരത്തിൽ കയറ്റി. സിയാവുല്ലൊക്കെ വലിയ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ വായിച്ച ഓർമ്മ ഉണ്ടാവും. അദ്ദേഹം അവസാനമായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ജോർജ് ബുഷ് നമ്മുടെ സദ്ദാം ഹുസൈനെ തൂക്കുമരത്തിൽ കയറ്റിയപ്പോഴും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. അങ്ങനെ സുന്നത്താക്കി മാറ്റി. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഏത് മരണത്തിന്റെ ജീവിതത്തിൽ ലാസ്റ്റ് അങ്ങേ തലക്ക് എത്തിയപ്പോഴും ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ആ നമസ്കാരം സുന്നത്താക്കി. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാര്യമായ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പുതിയ വിഷയമായിരിക്കും.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ്. ഇനി ഇതിൻ്റെ എല്ലാം ഇതായിട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ ഇപ്പം നമ്മൾ ഈ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു. ഞാൻ 5 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളോട് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ലാ തസാലു ഖദമാ അബ്ദിൻ ഹത്താ യസ്അലു അൻ ഉംരിഹി, 4 കാര്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയാതെ ഒരൊറ്റ ആളെ മുന്നോട്ട് ഒരു കാൽ അടി മുന്നോട്ട് വെക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല. നമ്മൾ വിചാരിച്ച് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. എന്താ ആദ്യത്തെ കാര്യം? അൻ ഉംരിഹി, നിന്റെ ആയുസ്. നേരത്തെ സൂചിപ്പിച്ചതിന്റെ ബാക്കിയാണ് ഫീമാ അഫ്നാഹു, അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു? ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? വൻ ഇൽമിഹി, നീ പഠിച്ച ഇൽമി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഫീമാ ഫഅലഫി, അതുകൊണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചു? സ്വന്തം അമൽ ചെയ്തോ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുത്തോ? എന്താണ് ചോദിക്കുക? 2 കാര്യങ്ങൾ. മൂന്നാമത്തത് മിൻ ഐന ഇക്തസബ മാലി, ധനത്തെക്കുറിച്ച് ചോദിക്കും. ആ ധനം നീ എവിടെ നിന്ന് സമ്പാദിച്ചു? ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതാണോ ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ചതാണോ? എവിടെ നിന്ന് സമ്പാദിച്ചു? ഫിമാ അൻഫക, അത് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ആ ജിസ്മി, നിന്റെ ആരോഗ്യവും നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ പറയേണ്ടി വരും. ഇതേപോലെ നമ്മൾ 2-3 ഖുതുബയിൽ കേട്ടതിന്റെ മൊത്തം ചുരുക്കമാണ് പറഞ്ഞത്. അതിന് വേണ്ടുന്ന എന്തെല്ലാം മുന്നെടുപ്പുകളുണ്ടോ, ഏതെല്ലാം നിലക്ക് ഇബാദത്ത് ചെയ്യണമോ അതൊക്കെ നമ്മൾ പറഞ്ഞത്. അവസാനമായിട്ട് മഹ്ശറിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള 4 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അല്ലാഹു തആല അതിനൊക്കെ ഭംഗിയായി ഉത്തരം പറഞ്ഞ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോകുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കാവുന്ന മാതാപിതാക്കളും മറ്റ് കുടുംബാദികളൊക്കെ അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പല ഭാഗങ്ങളിലുമുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല ശിഫ നൽകി സന്തോഷിക്കുമാറാവട്ടെ. നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. അവരുടെ പഠനത്തിലും ജോലിയിലും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين وأهل الكفرة والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين وأهل الكفرة والظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.